നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD 12/2/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫോർ വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഇതേപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് KSDPL/CMD/02/2025 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറാണ്. വിളിച്ചിരിക്കുന്ന ഫേം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ട്രെയിനീസ് അണ്ടർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്കീമിന്റെ കീഴിലാണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ SC അല്ലെങ്കിൽ ST, OBC ആൻഡ് അതർ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ MTech അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പാസ്സായിരിക്കേണ്ടതാണ്. മെത്തേഡ് ഓഫ് നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/2/2025 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഈ ആപ്ലിക്കേഷൻ അയച്ചിരിക്കേണ്ടതാണ്. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.